റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കും എന്നൊരു തീരുമാനം വന്നതായാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇങ്ങനെയൊരു വാർത്ത വന്നത്. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കും. ബസന്ത് ചേരുന്നു ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ബസന്ത്, കുറച്ചു ദിവസമായി നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഈ പ്രഖ്യാപനം എപ്പോഴുണ്ടാകുമെന്ന്. അപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്കിപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് രാഹുൽ ഗാന്ധിയാണല്ലോ മത്സരിക്കുക. ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം എപ്പോഴത്തേക്കുണ്ടാവും? ഔദ്യോഗികമായി ഇപ്പോൾ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇത് സംബന്ധിച്ചൊരു ധാരണ ഉണ്ടായത്. രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്നും മാറി റായ്ബറേലിയിൽ, അതായത് സോണിയാഗാന്ധി മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച റായ്ബറേലിയിൽ മത്സരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അമേഠിയിൽ സ്മൃതി ഇറാനിക്കെതിരെ KL ശർമ്മ, കിരോലിലാൽ ശർമ്മയെ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അമേഠിയിൽ നിന്നും റായ്ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധി മാറുന്നത് സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ചൊരു വിമർശനം ഉയരും. എന്തുകൊണ്ട് അമേഠിയിൽ തന്നെ മത്സരിച്ചില്ല? പക്ഷേ റായ്ബറേലി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രം സംരക്ഷിക്കേണ്ട ബാധ്യത ഇപ്പോൾ കോൺഗ്രസിന് വന്നിരിക്കുന്നു. അതിന് ഏറ്റവും പറ്റിയ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി തന്നെയാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് കോൺഗ്രസിനുള്ളത്. മാത്രമല്ല, അമേഠിയിൽ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട ഒരു മണ്ഡലത്തിൽ വലിയൊരു മത്സരം കാഴ്ചവെക്കാൻ കിരോലിലാൽ ശർമ്മയ്ക്ക് കഴിയും. മാത്രമല്ല, രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി അവിടെ ടൈഡപ്പ് ആകുന്ന ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കേണ്ട ഒരു സാഹചര്യം വരും. ആ സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയെ മറ്റു മേഖലകളിൽ പ്രചരണത്തിനുള്ള ലഭിക്കാനുള്ള സാധ്യതയും കുറവാണ്. അതുകൊണ്ട് അതുകൂടി കണക്കിലെടുത്താണ് റായ്ബറേലി എന്ന് പറയുന്ന ഒരു സേഫ് സീറ്റിൽ രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കുക. അവിടെ സമാജ്വാദി പാർട്ടിയുടെ പിന്തുണ കൂടി ഉറപ്പാക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിലെ 5-ൽ 4 സീറ്റും സമാജ്വാദി പാർട്ടി ജയിച്ച നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ജയിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ മറ്റൊരു ചോദ്യം ഉയരുന്നത്, റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ജയിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് മണ്ഡലം രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കും എന്നുള്ളതാണ്. വയനാടാണോ റായ്ബറേലി ആണോ എന്നുള്ളതാണ് പിന്നത്തെ ചോദ്യം വരുന്നത്. അപ്പോൾ ആ ഒരു വിഷയം കൂടി കോൺഗ്രസിന് പരിഗണിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഭാവിയിൽ ഉരുത്തിരിയുന്നു. ഏതായാലും വലിയ തോതിലുള്ള സസ്പെൻസ് അവസാനിപ്പിച്ചുകൊണ്ട് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായിട്ടും ബസന്ത്, അങ്ങനെയാണ്. നമ്മൾ ഒരുപാട് ദിവസത്തെ സസ്പെൻസിന് ശേഷം റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഔദ്യോഗിക